കടച്ചക്ക തീയൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു വലിയ കടച്ചക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. കടച്ചക്ക വെന്ത് വരുമ്പോഴേക്കും ഇതിനാവശ്യമായ തേങ്ങ വറുത്തരച്ച് എടുക്കാം. കടച്ചക്ക തീയലിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്ത് തന്നെ എടുക്കണം. വറുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. തേങ്ങ വറുത്തെടുക്കുന്നതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം തേങ്ങ. എന്നിട്ട് വേണം അരച്ചെടുക്കുവാൻ. തേങ്ങ ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടച്ചക്ക ആയതുകൊണ്ട് കുരുമുളക് പൊടി നല്ലതായിരിക്കും. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ബൗളിൽ ഞാൻ അരച്ചെടുക്കുന്നത്. കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ. തീയലിലേക്ക് കുറച്ച് വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാളൻപുളി അല്ലെങ്കിൽ കോൽപ്പുളി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കടുക് വറക്കണം. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. കുറച്ച് വേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഈ കടച്ചക്ക തീയൽ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ തന്നെ കടച്ചക്ക ഉണ്ടാകുമല്ലോ. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കടച്ചക്ക തീയൽ സെർവിങ് ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്.